മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ കെ രാഗേഷിനെ പുകഴ്ത്തിയ IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ സമൂഹമാധ്യമ പോസ്റ്റിൽ വിവാദം തുടരുകയാണ്. ദിവ്യ എസ് അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി. പോസ്റ്റ് സദുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടായി എന്നാണ് KS ശബരിനാഥന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാംഗവുമായ കെ രാഗേഷിനെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ പോസ്റ്റ് പങ്കുവച്ചത്. കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചമെന്ന തലക്കെട്ടോടെയായിരുന്നു ഇൻസ്റ്റഗ്രാം കുറിപ്പ്. ഇതിന് പിന്നാലെ കോൺഗ്രസ് സൈബറിടങ്ങളിൽ നിന്നടക്കം രൂക്ഷ വിമർശനമാണ് ദിവ്യക്കെതിരെ ഉയർന്നത്. ദിവ്യ എസ് അയ്യർക്കെതിരെ പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ദിവ്യ എസ് അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി കെ മുരളീധരൻ. പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചിലർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല. നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ടെന്നായിരുന്നു വിമർശനങ്ങൾക്ക് ദിവ്യയുടെ മറുപടി. കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പ്രതികരണം. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി പോകുന്നു എന്നതിൻ്റെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ നല്ല വാക്ക് പറഞ്ഞ ആളുകൾക്കെതിരായിട്ടാണ് അധിക്ഷേപവും അക്രമവും നടക്കുന്നത്. അഭിനന്ദനം സദുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടെന്നായിരുന്നു KS ശബരിനാഥന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണമെന്നത് ഉദ്യോഗസ്ഥ ധർമ്മമാണ്. എന്നാൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ലെന്നും ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ശബരിനാഥൻ. പത്തനംതിട്ട കളക്ടറായിരിക്കെ മകനുമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച K രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ ആലിംഗനം ചെയ്തതും വലിയ ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം.